ഹലോ, ഞാൻ ഇന്നൊരു പുതിയ പാറ്റേൺ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് പാറ്റേണും അറിയൊക്കെയാണ് കാണുന്നത്. അതാണ് കൂടുതലും എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പാറ്റേൺ ചെയ്യൂ, ഈ പാറ്റേൺ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടാണ് മെസ്സേജ് വരുന്നത്. അപ്പം ഞാൻ വീണ്ടും പാറ്റേണിലേക്ക് വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു പ്രോഗ്രാമാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേ ടൈപ്പിലുള്ള പ്രോഗ്രാംസ് ഒരുപാട് അവിടെ എന്താ പറയുക ചോദിക്കാറുണ്ട്. അപ്പം അതാണ് ഇന്ന് ഒരു പറയുന്നത്. അപ്പം ഈ ഒരു ഇതില് എത്ര നമ്മളെപ്പോഴും റോസ് എത്രയുണ്ട്, കോളംസ് എത്രയുണ്ടെന്ന് അറിഞ്ഞിരിക്കണം പാറ്റേൺ ചെയ്യുമ്പോൾ അല്ലെ. അപ്പൊ നമുക്ക് ഇതൊരു റോ ആയിട്ട് എടുക്കാം. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ, ഇത് ഫോർത്ത്, ഫിഫ്ത്ത്. അപ്പം നമുക്ക് റോസിനെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഐ ആയിട്ട് എടുക്കുന്നുണ്ട്. റോസ് ഐ ആയിട്ട് എടുക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ കോളംസിനെ നമ്മൾ എടുക്കുന്നത് കോളം ജെ ആയിട്ടും എടുക്കുന്നുണ്ട്. അപ്പൊ റോസ്, കോളംസ്. അപ്പം എത്രയാണ്? നമുക്ക് 5 റോസ് ചെയ്യണം അല്ലെ, 5 റോസ് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് 4 i equal to 1, i less than equal to 5, i plus plus. ഈ ഒരു ലൂപ്പാണ്. ഈ അടുത്ത ലൂപ്പ് എന്ന് പറയുന്നത് 4 j equal to, നമ്മളിവിടെ i എന്നാണ് j സ്റ്റാർട്ട് ചെയ്യുന്നത്. j equal to i എന്നാണ് കൊടുക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? നമ്മൾ 1 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ ഇതേ രീതിയിൽ കിട്ടില്ല. നമുക്ക് ഈ ഒരു പാറ്റേൺ ചെയ്യുന്നത് മോഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. j ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആയിരിക്കണം. ജെ എന്താണ്? ഓരോ പ്രാവശ്യവും ഡിക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് printf എന്താണ്? മോഡ് കോമ എന്താണ്? ജെ മോഡ് 2. ഇതാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ നമുക്ക് അടുത്തത് നമുക്ക് എന്താണ്? printf സ്ലാഷ് പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഐ കൊടുത്തിരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ കണ്ടീഷനിൽ ഫസ്റ്റത്തെ റോല് ഐ ഈക്വൽ ടു 1 ആണ്. ഐ 1 ആണ്. കണ്ടീഷൻ ഐ ലെസ് ദാൻ ഈക്വൽ ടു 5 ആണ്. അതും ഓക്കെയാണ്. ഐ പ്ലസ് പ്ലസ് ഇത് ഓക്കെയാണ്. അപ്പൊ എന്താണ്? ഈ ഒരു കോളത്തിലേക്ക് വരും. ഇവിടെ നമ്മൾ 1 ആണ് കൊടുക്കണെന്നുണ്ടെങ്കിൽ ജെ ഈക്വൽ ടു 1. അപ്പൊ എന്താണ്? ജെ 1 ആവും. ഈ ഒരു പാറ്റേണിൽ ഫസ്റ്റ് കണ്ടീഷൻ, അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു എന്താണ്? 1 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ നോക്കി. 5 ആണോ നോക്കിയപ്പോൾ എന്താണ്? 1 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ. അപ്പൊ എന്താണ്? കണ്ടീഷൻ ശരിയായതുകൊണ്ട് ഇവിടെ വന്നു. ഇവിടെ നമ്മൾ ജെ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ്? ജെ ഈക്വൽ ടു നമ്മൾ 1 ആണ്. ഈ ഒരു കണ്ടീഷൻ ഞാൻ പറയുന്നതാണ്. ജെ ഈക്വൽ ടു 1, ജെ ദാൻ ഈക്വൽ ടു 1, ജെ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, നമ്മൾ ഇവിടെ എന്താണ്? ജെ ഈക്വൽ ടു 1, ജെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5, ജെ പ്ലസ് പ്ലസ്. ഈ ഒരു കണ്ടീഷനാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കിട്ടില്ല. നോക്കി വെക്കാം. ആദ്യം ജെ 1 ആയി. 1 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ നോക്കും. ഈ കണ്ടീഷൻ ഓക്കെയാണ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? 1 മോഡ് 2 എന്താണ്? 1 മോഡ് 2 ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെയാണ്. എന്നിട്ട് ജെ ഇൻക്രിമെന്റ് ആവും. എന്താണ്? ഇവിടെ എന്താവും? 2 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണ് നോക്കും. കണ്ടീഷൻ ശരിയാണ്. ഇവിടെ വന്നിട്ട് 2 മോഡ് 2 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഈ കണ്ടീഷൻ ഓക്കെയാണ്. ഇനി നമ്മൾ എന്താണ്? അടുത്ത കണ്ടീഷൻ നോക്കും. അടുത്ത കണ്ടീഷൻ നോക്കുമ്പോൾ 3 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണ് നോക്കും. 3 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണ്. 3 മോഡ് 2. അപ്പൊ നമുക്ക് എന്താണ്? 2 എണ്ണം പ്രിന്റ് ചെയ്താൽ മതി. നമുക്ക് 2 എണ്ണേ പ്രിന്റ് ചെയ്യണ്ടു. ആദ്യത്തേതിൽ മൂന്നാമത്തത് പ്രിന്റ് ചെയ്യണ്ട. അപ്പം ഇവിടെ ശരിയാവില്ല. അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ റോല് വരുമ്പം ജെ 1 ആണ്. നമുക്കിവിടെ 0 ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ ജെ 1 ആവുമ്പം ഇവിടെ എന്ത് വരുള്ളൂ? 1 മോഡ് 2 വരുള്ളൂ. 1 മോഡ് 2, അതായത് റോ രണ്ടാമത്തെ റോല് 1 മോഡ് 2 എന്ന് വരുമ്പോൾ 1 ആണ് പ്രിന്റ് ആവുന്നത്. അപ്പൊ നമുക്ക് റോ 2 എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? 0 ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. റോ 2 രണ്ടാമത്തെ റോല്, ഈ റോല് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് എന്താണ്? 0 ആണ് ഫസ്റ്റ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു ഇത് വെച്ച് നോക്കുമ്പം, ഈ ഒരു ലൂപ്പ് വർക്ക് ആവുന്ന നോക്കുമ്പം എന്താണ്? ഇത് പ്രിന്റ് ആവില്ല. ഇവിടെ എന്താണ്? 1 ആണ് ഇവിടെ വരിക. അതുകൊണ്ട് നമ്മൾ ഇവിടെ 1 എന്ന് കൊടുക്കാതെ നമ്മൾ എന്ത് കൊടുക്കണം? ഐ എന്ന് കൊടുക്കണം. ജെ ഈക്വൽ ടു ഐ. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ഇത് പ്രിന്റ് ചെയ്തു. നമ്മളിവിടെ ജെ ഈക്വൽ ടു ഐ എന്ന് കൊടുക്കുമ്പോൾ ജെയുടെ വാല്യൂ ഇപ്പൊ എത്രയാണ്? 2 ആണ് അല്ലെ. ജെയുടെ വാല്യൂ എന്തായി? 2 ആയി. അപ്പൊ 2
ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണോ നോക്കും. അപ്പൊ 2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ഈ ഒരു കണ്ടീഷൻ ശരിയാണ്. നേരെ താഴെ വന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ 2 ആണ്. 2 മോഡ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? 0 ആണ്. അപ്പൊ എന്താണ്? ഇവിടെ 0 പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ജെ എന്താണ്? ഡിക്രിമെന്റ് ആവണം. അപ്പൊ ജെയുടെ വാല്യൂ ഇപ്പൊ എന്തായി? 1 ആയി. 1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണോ നോക്കും. ഈ കണ്ടീഷൻ ഓക്കെയാണ്. അപ്പൊ എന്താണ്? ഇപ്പൊ ജെ 1 ആണ് അല്ലെ. 1 മോഡ് 2 എന്താണ്? ഇവിടെ 1 നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി വീണ്ടും ജെ ഡിക്രിമെന്റ് ആവുമ്പോൾ ഇവിടെ 0 ആവും. ഈ കണ്ടീഷൻ നോക്കുമ്പോൾ കണ്ടീഷൻ നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പൊ എന്താണ്? ഇവിടെ വരില്ല. നേരെ ഇവിടെ വന്നിട്ട് സ്ലാഷ് എന്ന് അടിക്കും. ഇവിടെ വന്ന് നിൽക്കും. എന്നിട്ട് ഐ ഇൻക്രിമെന്റ് ആവും. ഐ ഇൻക്രിമെന്റ് ആവുമ്പോൾ ഇപ്പൊ ഐയുടെ വാല്യൂ എന്താണ്? 3 ആണ്. ഐയുടെ വാല്യൂ 3 ആയി. ഇനി അപ്പം ജെ ഈക്വൽ ടു ഐ. അപ്പൊ ജെ ഇപ്പൊ എത്രയാണ്? 3 ആവും. ജെ 3 ആവും. ഈ കണ്ടീഷൻ നോക്കും. 3 ലെസ് ദാൻ ഈക്വൽ ടു 1 ആണോ നോക്കും. 3 ഗ്രേറ്റർ ദാൻ 3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണോ നോക്കും. അപ്പൊ 3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണ്. നേരെ ഇവിടെ വന്നിട്ട് ഇപ്പൊ എന്താണ്? ജെ എന്ന് പറയുന്നത് 3 അല്ലേ. 3 മോഡ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? 1 ആണ് കിട്ടുന്നത്. അപ്പൊ മൂന്നാമത്തെ റോല് ഫസ്റ്റ് കോളം 1 പ്രിന്റ് ചെയ്തു. എന്നിട്ട് എന്താണ്? ജെ ഡിക്രിമെന്റ് ആയി. ഇവിടെ എന്താണ്? 3ക്ക് പകരം ജെ ഇപ്പൊ 2 ആവും. ജെയുടെ വാല്യൂ ഇപ്പൊ 2 ആവും. 2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണോ നോക്കും. കണ്ടീഷൻ ശരിയാണ്. ഇവിടെ വന്നിട്ട് ഇപ്പൊ ജെ എന്താണ്? 2 ആണ്. 2 മോഡ് 2 ആണോ നോക്കും. 2 മോഡ് 2. അപ്പൊ എന്താണ്? 2 മോഡ് 2 എന്ന് വെച്ചാൽ 0 ആണ്. അപ്പം ഇവിടെ 0 പ്രിന്റ് ചെയ്തു. വീണ്ടും ജെ ഡിക്രിമെന്റ് ആയി. ജെയുടെ വാല്യൂ ഇപ്പൊ എന്തായി? 1 ആയി. 1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. ഈ ഒരു കണ്ടീഷൻ ഓക്കെയാണ്. നേരെ ഇവിടെ വന്നിട്ട് 1 മോഡ് 2 ഇവിടെ 1 പ്രിന്റ് ചെയ്യും. അടുത്തത് വീണ്ടും ഡിക്രിമെന്റ് ആയിട്ട് 0 വരും. കണ്ടീഷൻ നോക്കും. ശരിയല്ല. അപ്പൊ എന്തായാലും താഴെ വന്നിട്ട് സ്ലാഷ് അടിക്കും. വീണ്ടും ഐ എന്തായി? ഐ ഇപ്പം 4 ആവും. ഐ 4 ആയി. ഇവിടെ വന്നിട്ട് ജെ ഈക്വൽ ടു ജെ എന്താവും? ജെയുടെ വാല്യൂ 4 ആവും. അപ്പൊ ജെയുടെ വാല്യൂ 4 ആയി. ഇനി ഇവിടെ എന്താണ്? 4 ലെസ് ദാൻ. അപ്പൊ 4 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണോ നോക്കും. 4 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണ്. കണ്ടീഷൻ ഓക്കെയാണ്. ഇവിടെ വന്നിട്ട് ജെ ഇപ്പൊ 4 ആണ്. അപ്പൊ 4 മോഡ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? 0 കിട്ടും. ഇവിടെ 0 പ്രിന്റ് ചെയ്യും. വീണ്ടും ഡിക്രിമെന്റ് ആയി. ഇവിടെ എന്താവും? 3 ആവും. 3 മോഡ് 3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ഓക്കെയാണ്. ഇവിടെ വന്നിട്ട് ഇപ്പൊ ജെ 3 ആണ്. അപ്പൊ 3 മോഡ് 2. അപ്പൊ 1 ഇവിടെ പ്രിന്റ് ആയി. അടുത്തത് വീണ്ടും കുറയും. 2 ആവും. കണ്ടീഷൻ ഓക്കെയാണ്. ഇവിടെ വന്നിട്ട് 2 മോഡ് 2 എന്താണ്? 2 മോഡ് 2 0 ആണ്. അപ്പം മൂന്നാമത്തേല് 0 വരും. ഇനി അടുത്തത് വീണ്ടും 1 ആവും. 1 ലെസ് ദാൻ ഈക്വൽ ടു 1 ഓക്കെയാണ്. ജെ ഇപ്പൊ എത്രയാണ്? 1 ആവും. അപ്പൊ 1 മോഡ് 2 1. അടുത്തത് ഇൻക്രിമെന്റ് ആയി. കണ്ടീഷൻ നോക്കും. ഓക്കെ അല്ല. അപ്പൊ 0 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണെന്ന് നോക്കും. അപ്പം ഓക്കെ അല്ല. വന്ന് ന്യൂ ലൈൻ അടിക്കും. വീണ്ടും ഐ ഇൻക്രിമെന്റ് ആവും. ഐ ഇപ്പൊ എത്രയായി? ഐ ഇപ്പം 5 ആയി. ഐയുടെ വാല്യൂ 5 ആയി. ജെ ഈക്വൽ ടു ജെയുടെ വാല്യൂ ഇപ്പൊ എന്തായി? ജെ ഈക്വൽ ടു 5 ആയി. ഇനി എന്താണ്? ജെ അപ്പൊ 5 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണോ നോക്കും. കണ്ടീഷൻ ഓക്കെയാണ്. ഇവിടെ വന്നിട്ട് എന്താണ്? 5 മോഡ് 2. അപ്പൊ എന്താണ്? ഇവിടെ ഫസ്റ്റ് ഇവിടെ 1 പ്രിന്റ് ചെയ്യും. വീണ്ടും കുറയുമ്പോൾ 4 ആവും. അപ്പൊ എന്താണ്? 4 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണോ നോക്കും. ഓക്കെയാണ്. ഇവിടെ എന്താണ്? 4 മോഡ് 2. അപ്പൊ എന്താണ്? 0 ആണ്. അപ്പൊ ഇവിടെ 0 പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡിക്രിമെന്റ് ചെയ്യും. 3 മോഡ് 2. കണ്ടീഷൻ നോക്കും. 3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണോ നോക്കും. അപ്പൊ ഓക്കെയാണ്. 3 മോഡ് 2. ഇവിടെ മൂന്നാമത്തേൽ 1 പ്രിന്റ് ചെയ്യും. അടുത്തത് എന്താണ്? വീണ്ടും ഡിക്രിമെന്റ് ആയി. 2 മോഡ് 2. അവിടെ എന്താണ്? 0 പ്രിന്റ് ആവും. വീണ്ടും കുറയും. 2 എന്നുള്ളത് കുറയും. 1 ആവും. 1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ഓക്കെയാണ്. 1 മോഡ് 2 1 പ്രിന്റ് ചെയ്യും. വീണ്ടും 0 ആവും. 0 ആവുമ്പോൾ എന്താണ്? കണ്ടീഷൻ ഇവിടെ 0 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണോ നോക്കാം. ഓക്കെ അല്ല. ന്യൂ ലൈൻ അടിക്കും. വീണ്ടും ഐ ഇൻക്രിമെന്റ് ആവും. ഐ ഇൻക്രിമെന്റ് ആവുമ്പോൾ ഇപ്പൊ ഐയുടെ വാല്യൂ എന്താണ്? 6 ആവും. 6 ആവും. ഈ കണ്ടീഷൻ നോക്കും. 6 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ നോക്കും. അപ്പൊ എന്താണ്? 6 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ? അല്ല, നോട്ട് ഓക്കെ. അപ്പൊ എന്താണ്? ഇതൊന്നും വർക്ക് ആവില്ല. അപ്പൊ ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇതാണ് കോഡ്. ഞാനിവിടെ കോഡ് വൃത്തിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കോഡ് നോക്കാം. അതിന്റെ പുറത്ത് കൂടെ എഴുതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു കോഡ് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. എന്നിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം കേട്ടോ. വീണ്ടും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്നാൽ വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ട് ആണ് ഇങ്ങനെ പറയുന്നത്. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ
കമൻസ് ആയിട്ട് പറയാം. അപ്പോൾ മനസ്സിലാവാത്തവർക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേര് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ വെറുതെ കണ്ടിട്ട് പോകുന്നുണ്ട്. അപ്പം പുതിയ വീഡിയോസൊക്കെ ചെയ്യാൻ നിങ്ങളുടെ ലൈക്കും കമൻസൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. ഒരു എനർജി കിട്ടണമെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻസൊക്കെ വേണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.